ഖുതുബയെ സംബന്ധിച്ചാണ്. പാവപ്പെട്ടവന്റെ ഹജ്ജാണ് ജുമ എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷയിലാണ് ഇവിടെ സുന്നിപ്പള്ളികളിൽ ഖുതുബ നിർവഹിക്കുന്നത്. അത് മലയാളത്തിൽ ആയാൽ അത് ജുമ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചവര് തെറ്റിദ്ധാരണ പരത്തിയവരാണ്, വിവരമില്ലാത്തവരാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗം അല്ല. പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു ഹിയൽ കലാമുൽ മുഖ്തതഹു ബിഹംദില്ലാഹി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖ്തതമി ബിൽ വസിയത്തി വദ്ദുആഇ ലിൽ മുഅ്മിനീൻ എന്നൊക്കെ പണ്ഡിതന്മാർ ഇമാം ഖതീബ് ശിർബീനിയുടെ മുഗ്നിൽ മുഹ്താജ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ പറഞ്ഞത്? അതായത് അതൊരു പ്രത്യേകമായ കലാമാണ്. ഹിയൽ കലാമുൽ മുഖ്തതഹു ബിഹംദില്ലാഹി, ഹംദ് സ്വലാത്ത് പോലോത്ത കർമ്മങ്ങളെ കൊണ്ട് ആരംഭിച്ച് തഖ്വ കൊണ്ടുള്ള വസിയത്ത് ദുആ പോലോത്തത് കൊണ്ട് തീർക്കുന്ന ഒരു പരിപാടിയാണ്. അതല്ലാതെ ഒരു പ്രസംഗമല്ല, കേവലം ഒരു പ്രസംഗമല്ല. കേവലം ഒരു പ്രസംഗത്തിന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പുരാമന്തോൾ ടൗണിൽ ആരൊക്കെ പ്രസംഗിക്കാറുണ്ട്? ഏതെല്ലാം സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയക്കാർ പ്രസംഗിക്കാറുണ്ട്? ഈ പ്രസംഗത്തിനുള്ള നിബന്ധനകളാണോ ഖുതുബക്കുള്ള നിബന്ധന? ഖുതുബ ഓതുമ്പോ നമുക്കറിയാം ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് ഖുതുബ ഓതണം. പ്രസംഗിക്കുന്നവർ അങ്ങനെ ജനങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞോളുന്നില്ല. ജനങ്ങൾ ഇവിടെ ഓങ്ങട്ട് തിരിഞ്ഞാലും പ്രസംഗമാവും. അതുപോലെ തന്നെ ഖുതുബ ഓതുമ്പോ ഉളൂ വേണം. ഇവിടെ പ്രസംഗിക്കുന്ന ആളുകൾക്കൊക്കെ ഉളൂ ഉണ്ടോ? നിങ്ങൾ പറയും നമ്മുടെ നാട്ടിലൊക്കെ നടന്ന് പ്രസംഗികളൊക്കെ ഉളൂ ഉള്ള ആളുകളെ പ്രസംഗിക്കണേ. ഖുതുബ ഓതുന്ന ആള് ഔറത്ത് മറക്കണം, അല്ലാതെ പറ്റൂല, ഖുതുബയാവൂല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഔറത്ത് മറച്ചിട്ട. നിങ്ങൾ ഈയിടെ കണ്ടില്ലേ, മുജാഹിദിന്റെ അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വനിതാ സമ്മേളനം നടത്തിയില്ലേ? നിളാ നദീ തീരത്തേക്ക് കേരളത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പെണ്ണുങ്ങളെ മുഴുവനും വലിച്ചു കഴിച്ചു കൊണ്ടുപോയി ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി അങ്ങാടികളിൽ, കവലകളിൽ, പട്ടണങ്ങളിൽ വിശ്വാസികൾ, മനുഷ്യർ തിങ്ങി നിൽക്കുന്നിടത്ത് ജീപ്പ് കൊണ്ടുവന്ന് പെട്ടെന്ന് ചവിട്ടുന്നു. സ്ത്രീകൾ ധൈര്യത്തോടെ അതിൽ നിന്ന് ചാടിയിറങ്ങുന്നു. എന്നിട്ട് ഉടനെ മൈക്കെടുക്കുന്നു. എന്നിട്ട് അവളെങ്ങനെ ഘോരഘോരമായി പിടക്കോഴികൾ കൂകുന്ന രംഗം നമ്മൾ വായിച്ചില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ? ഇതൊക്കെ പ്രസംഗല്ലേ? അതിൽ നമ്മൾ കേട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റ് നോക്കിയപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞ ഒരു രസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നട്ടപ്പാതിരക്ക് ആയിഷ ബീവി ടീച്ചറും അതുപോലെ ഫാത്തിമ ടീച്ചറും ഒക്കെ മരത്തിന്റെ മുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനർ കെട്ടുകയാണ്. അപ്പൊ സോളിഡാരിറ്റിയുടെ പ്രവർത്തകന്മാർ താഴ്ന്നൊരു ടോർച്ചടിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് നമ്മൾ ഈ കാണുന്നത്? അപ്പൊ മാധ്യമക്കാരൻ വരികയാണ്, എന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് സൈറ്റിലേക്ക് വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് ഏതാ ദീന് നമുക്കറിയുന്നില്ല. മാളിയക്കൽ എന്നോട് പറഞ്ഞൊരു സംഭവം, മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ മജുമാന്റെ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളങ്ങനെ ഘോരഘോരമായി ഓളിങ്ങനെ പൊട്ടി പ്രസംഗിച്ച് കീറി. അപ്പൊ പ്രസംഗത്തിന്റെ ഊക്കോട്ട് കുപ്പായത്തിന്റെ കൈയൊക്കെ താഴ്ത്തി കെട്ടിയിരിക്കുന്നത്, സ്ത്രീകളെ കൈയല്ലേ. അപ്പോ ഒരു വയസ്സായ കാക്ക, അയാൾക്ക് ഈമാൻ ചൂടായിട്ട് സഹിക്കാൻ വയ്യാതായപ്പോ മൂപ്പരി കടന്നു വന്നു. പമ്പറത്തോളം ഞങ്ങളെ നേരാക്കൽ, എന്റെ കുപ്പായ കജ്ജു ഔറത്തൊന്ന് മറക്കച്ച് എന്നിട്ടാക്കാം ഞങ്ങളെ. ഇതിങ്ങനെ വന്നുപോയി. എന്തൊരു അത്ഭുതത്തിൽ നടന്നതാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത്, പേര് ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ ഞാനും പറയാം. ഇതാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പ്രസംഗമാണ്. ഇവരൊക്കെ ഔറത്ത് മറിച്ചിട്ടാ പ്രസംഗിക്കുന്നത് അല്ലല്ലോ. അപ്പൊ പ്രസംഗമാവാനുള്ള നിബന്ധനകളല്ല ഖുതുബക്കുള്ള നിബന്ധന. ഖുതുബ ഒന്ന് വേറെ, അതൊരു ഇബാദത്താണ്, അതൊരു പുണ്യകർമ്മമാണ്. അതിന് ഇസ്ലാം അംഗീകരിച്ച, പഠിപ്പിച്ച ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ റസൂൽ, സ്വഹാബത്ത്, താബിഈകൾ, തബഉ താബിഈകൾ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? അറബി ഭാഷയിലായിരിക്കണം. ഞാൻ പറയല്ല, KM മൗലവി തന്നെ നൽകിയ ഫത്വ, KM പ്രസിദ്ധീകരിച്ച പുസ്തകം ജുമുഅ ഖുതുബ, ആ പുസ്തകം എടുത്ത് പരിശോധിച്ചോളൂ. 23-ാമത്തെ പേജിൽ കാണാം, ആ പുസ്തകത്തിൽ കാണാം. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സഹാബികൾ, താബിഈകൾ, തബഉ താബിഈകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ, അറബി അല്ലാത്ത നാടുകളിൽ ഖുതുബ ഓതുമ്പോ അറബിയിലല്ലാതെ ഖുതുബ ഓതിയ ചരിത്രം അറിയില്ല. ആരൊക്കെ? സഹാബികൾ ചെയ്തിട്ടില്ല, താബിഈകൾ ചെയ്തിട്ടില്ല, തബഉ താബിഈകൾ ചെയ്തിട്ടില്ല, സൽവൃത്തരായ മുൻഗാമികൾ ആരും ചെയ്തിട്ടില്ല. ആരാത് പറയണത്? മുജാഹിദ് കേരളത്തിൽ ഉണ്ടാക്കിയ മൗലവിയാണ് KM മൗലവി. മൂപ്പരാത് പറയണത്. മൂപ്പര അത്ര വിവരം ഇപ്പത്തെ ഈ കുട്ടികൾക്ക്, ഈ താടി നീട്ടിയ ആൾക്കാർക്ക് ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒരു വല്ലാതെ വിവരമില്ലാതാകുമ്പോ താടി മുടക്കുന്ന ഇങ്ങനെ തടവും. അപ്പൊ മനസ്സിലാക്കണം എന്തോ കുടുങ്ങിക്കണെന്ന്.
അത് ഞാൻ പിന്നെ പറയാം, ഇപ്പൊ പറയാൻ സമയമില്ല. ഇനിയും ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പുലാമന്തോള് ഞങ്ങൾ തുറന്ന സംവാദത്തിന്റെ പരമ്പര തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോ ഇന്ന് മാത്രമൊന്നല്ല, ഇതിവിടെ തുടരുന്നെ ചെയ്യും. അങ്ങനെ ഇങ്ങക്കായിട്ട് പുലാമന്തോള് തീരെ എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് സുന്നികളെ കേന്ദ്രമാണ്, ഇത് മുജാഹിദിന്റെ കേന്ദ്രമല്ല. ഇരിക്കട്ടെ, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാണ് ഇത് പറയുന്നത്. പിന്നെ ഇയാൾ ചോദിച്ചത് എന്താണ്? അത് ജനങ്ങൾക്ക് തിരിയണ്ടേ? ഇത് മുജാഹിദിന്റെ എല്ലാ കാലത്തെയുള്ള ശൈലിയാ, ജനങ്ങൾക്ക് തിരിയണ്ടേ. എന്നിട്ട് മുജാഹിദ് ഒന്നുകൂടി ചോദിക്കും, എന്തേ? അപ്പൊ റസൂലിന്റെ കാലത്ത് ഇങ്ങനല്ലല്ലോ. അപ്പൊ മുജാഹിദിന്റെ മറുപടി എന്താ? മുജാഹിദ് മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവർ ഓതിയത് അവരുടെ മാതൃഭാഷയിലാണ്, നമ്മൾ ഓതേണ്ടത് നമ്മുടെ മാതൃഭാഷയിലാണ്. എത്ര വ്യക്തമായ വിവരണം! ഓ, ഇങ്ങനെയാണ് നോക്കിയാൽ ഖുതുബയിൽ നിൽക്കൂലല്ലോ. നമുക്കൊന്നാണ് പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് പറയാം, നിസ്കാരം അത് റസൂൽ നിർവഹിച്ചത് റസൂലിന്റെ മാതൃഭാഷയിലാണ്. നമ്മൾ നിസ്കാരം ഇനി മുതൽ നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ പറയട്ടെ. ബാങ്ക് റസൂൽ നിർവഹിച്ചത് അവരുടെ മാതൃഭാഷ അറബിയിൽ, നമ്മളോ നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ. അല്ലേ? സലാം പറയൽ നമ്മളൊക്കെ അറബിയിലാ പറയണത്. എന്തിനാണ് അങ്ങനെ ചെയ്യണത്? അവർ റസൂൽ അവരുടെ ഭാഷയിൽ നിർവഹിച്ചു, നമ്മൾ നമ്മുടെ മലയാളത്തിൽ വരട്ടെ. സലാം അലൈക്കും എന്നതിന് പകരം അള്ളാഹുവിന്റെ കാരുണ്യം കടാക്ഷയും നിങ്ങൾക്കുണ്ടാവട്ടെ അങ്ങനെ പറയാം. ബിസ്മി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാ, അത് റസൂൽ നിർവഹിച്ച അവരുടെ ഭാഷയിലാ. നമ്മളോ നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ചമായി പരമകാരുണ്യകനും കരുണാനിധിയുമായ നാമത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും. അങ്ങോട്ട് പുടുത്തം വിടുമോ സഹോദരൻ? മതി പറഞ്ഞാൽ പുടുത്തം വിടൂലേ? ഒരു ലിമിറ്റ് ഇട്ടോ? മുജാഹിദ് പഠിപ്പിച്ച ഒരു ദുർന്യായമാണിത്. എന്ത്? അവരവരുടെ ഭാഷയിൽ ഓതി, നമ്മളെ ഭാഷയിൽ. മുജാഹിദ് എഴുതിയതിന്റെ പേരിൽ എന്തുണ്ടായി നിങ്ങൾക്കറിയോ? ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ, 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ. ഇതിൽ ഒരു മുസ്ലിം പേരുള്ള വ്യക്തി, ഞാൻ അയാളെ പറയും മൂത്ത മുജാഹിദ്, അയാൾ എഴുതി, പച്ചയായി എഴുതി. എന്താ എഴുതിയത്? കണ്ടോ, ബാങ്കും മലയാളത്തിലാക്കണം. നമ്മളിപ്പോ ഖുത്ബയെ മലയാളത്തിലാക്കിയിട്ടുള്ളത് പോരാ, ബാങ്കുമാക്കണം. ഞാൻ വായിക്കാം. പ്രാർത്ഥനക്കുള്ള ക്ഷണമാണ് ബാങ്ക്. ബാങ്കിലെ ഹയ്യാൽ സ്വലാത്ത് എന്ന വരിയുടെ അർത്ഥം പ്രാർത്ഥനക്ക് വരൂ എന്നാണ്. ഹയ്യാൽ ഫലാഹ് എന്നതിന്റെ അർത്ഥം മോക്ഷത്തിലേക്ക് വരൂ എന്നും. അറേബ്യയിൽ അന്നാട്ടിലെ ജനങ്ങളുടെ മാതൃഭാഷയായ അറബിയിൽ തന്നെ വേണം ബാങ്കുവിളി. പക്ഷേ മലയാളക്കരയിൽ ജീവിക്കുന്ന മുസ്ലിം എന്തിനാണ് മലയാളത്തിനു പകരം അറബിയിൽ ബാങ്ക് വിളിക്കുന്നത്? തങ്ങൾക്കും ഇന്നാട്ടിലെ ഇതര മതക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് നടത്തുന്നതല്ലേ ഏതു നിലക്കും അഭികാമ്യം? എങ്ങനെ നോക്കിയാലും മനോഹരം മലയാളത്തിൽ നടത്തലല്ലേ? അത് നടത്തേണ്ടതാണ്. എന്താ ഇയാൾക്കുള്ള ന്യായം? അതോ റസൂൽ സാഹബത്തും ചെയ്തത് ഓല ഭാഷയിൽ, നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഭാഷയിൽ. ബാങ്കും മലയാളത്തിലേക്ക് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ മലയാളത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇവർക്കിത് പറയാൻ ഈ വിവരമില്ലാത്ത മൗലവിമാർക്ക് ജൈവിപ്പിക്കാൻ ന്യായം കൊടുത്തത് ആരാ? കേരളത്തിലെ മുജാഹിദുകൾ. എന്ത് പറഞ്ഞു? ഖുതുബല്ലേ, അത് ജനങ്ങൾക്ക് തിരിയണ്ടേ? റസൂലിന്റെ ഭാഷയിൽ ഓതി, നമ്മളെ ഭാഷയിൽ ഓതണം എന്ന ന്യായത്തിൽ നിന്നാണ് ബാങ്കും അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ മലയാളത്തിലേക്ക് വരുന്നത്. വിവരമില്ലാത്ത അക്ബർ മൗലവിയും മറ്റ് വിവരമില്ലാത്ത മൗലവിമാരുടെയും കറക്ക കമ്പനിയിൽപ്പെട്ടവർ അവർ അനധിവിദൂരമല്ലാത്ത കാലത്ത് ബാങ്ക് മലയാളത്തിലേക്ക് ആക്കുമെന്ന് തന്നെയാണ് ഭീതിയോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും. സുന്നികൾ ദിക്ർ ഹൽക്കയിലേക്കും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് ദിക്ർ ഹൽക്കയിലേക്കും സ്വലാത്ത് മജ്ലിസിലേക്കൊക്കെ സ്ത്രീകളെ ക്ഷണിക്കുന്നുണ്ട്. അത് വലിയൊരു പുണ്യമായി കണക്കാക്കുകയും, പക്ഷേ ഈദ്ഗാഹിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുമ്പോൾ അത് വലിയൊരു അപരാധമായി തെറ്റായി കാണുകയും ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസവും ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഈദ്ഗാഹും പള്ളിയിൽ വെച്ച് ജമാഅത്ത് ഖുതുബ നിർവഹിക്കലും തമ്മിലുള്ള വ്യത്യാസം. പള്ളിയിലാണെങ്കിൽ ഈദ്ഗാഹ് എന്ന ബാനർ ഉണ്ടാവില്ല. പുറമെ മൈതാനത്തിലോ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈദ്ഗാഹ് എന്നൊരു ബാനർ ഉണ്ടാവുന്നുള്ളൂ. നിസ്കാരം നിർവഹിക്കുന്നതും കേൾക്കുന്നതും ഖുതുബ നടത്തുന്നതും എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് തന്നെയാണ്. നല്ല മനോഹരമായ ഗൾഫ് പണം കൊണ്ട്, അറബികളുടെ പണം കൊണ്ട് ഉണ്ടാക്കിയ നല്ല വലിയ പള്ളികൾ അതടച്ചിടുക. അതിന്റെ ഒരു മൂലയിൽ കൊള്ളാവുന്ന ആളുകളെ ആ ഈദ്ഗാഹിലുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും ഈദ്ഗാഹിലേക്ക് തെളിച്ചു കൊണ്ടുപോയി വലിയ പന്തലിട്ട് വൻ ചെലവ് വന്ന് മാലിന്യങ്ങളൊന്നും ശരിക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഖുതുബ പെരുന്നാൾ പരിപാടി നടത്തുകയും ചെയ്യാം.
എന്നാൽ ഈ ഈദ്ഗാഹിന്റെ മുമ്പിൽ വെക്കുന്ന വലിയ ഈദ്ഗാഹ് എന്നുള്ള ബാനർ പറിച്ചുകൊണ്ടെന്ന് പള്ളിമ വെച്ചിട്ട് അവിടെ വെച്ച് നടത്തിയ പരിപാടി തീർന്നു. എന്നാൽ വലിയ മനുഷ്യാധ്വാനം ലാഭം കിട്ടും, വലിയ സമ്പത്ത് ലാഭം കിട്ടും. ഇതാണ് ഇപ്പൊ ഈദ്ഗാഹിൽ നടക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, മക്കത്ത് അല്ലെങ്കിൽ മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കൊള്ളാത്തത്ര രൂപത്തിൽ പെരുന്നാളിന് ആള് കൂടുമ്പോ നബി മൈതാനത്ത് നടത്താറുണ്ടായിരുന്നു. നബിയുടെ പള്ളിയും മൈതാനം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൂത്രയിച്ച ആള് ഇവരുടെ മുജാഹിദുകളുടെ വലിയ പഴയ നേതാവ് ദുൽഖുവൈസിറ റസൂലിന്റെ പള്ളിയിൽ മൂത്രമൊഴിച്ച സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തെ വെറുതെ വിടാനാണ്. കഴുകുമോറ് ആചാരി പ്രശ്നങ്ങളൊന്നും നടക്കൂല. കാരണം അവിടെയും മണലാണ്, പുറത്തും മണലാണ്. പിന്നെന്താണ് വ്യത്യാസം? ചെറിയൊരു മറ ഉണ്ടായിരിക്കും. ഈ മറയിൽ പള്ളിയിൽ കൊള്ളാത്ത ആളുകൾ പെരുന്നാളാകുമ്പോൾ യാത്രക്കാരും അല്ലെങ്കിൽ കച്ചവടത്തിന് പോയ ആളുകളും ഒക്കെ വരുന്ന സമയത്ത് പള്ളിയിൽ കൊള്ളാതെ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് സമാനമായ മൈതാനത്ത് ഇറങ്ങി നിസ്കാരം നടത്തിയിരുന്നു. നേരെ മറിച്ച് പള്ളിയിൽ തന്നെ അതിന് സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ പള്ളിയിൽ തന്നെയാണ് നിർവഹിക്കലെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞതാണ്. പള്ളിയിൽ തന്നെ സൗകര്യം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ നിർവഹിക്കലാണ് ഏറ്റവും നല്ലതും പണത്തിന് ചെലവില്ലാതെ വരുന്നതും എല്ലാ നിലക്കും ഉപകാരം അതാണ്. പിന്നെ ദിക്റിന്റെ സദസ്സിലേക്ക് പോവൽ, വയത് കേൾക്കാനും നമ്മൾ പെണ്ണുങ്ങൾ പോവേണ്ടി വരും, പോവണം. ആ സമയത്ത് കുറച്ച് ദിക്റ് ചൊല്ലിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിപ്പോയി, അല്ലെങ്കിൽ കുറെ വലിയ ഉസ്താദുമാരോടൊപ്പമുള്ള ദുആയിൽ പങ്കെടുത്തു പോയി എന്നതൊരു വലിയ കുഴപ്പം പിടിച്ച ഏർപ്പാടൊന്നുമല്ല. എന്നാലും വളരെ ഹിജാബ് പാലിച്ചുകൊണ്ടായിരിക്കണം. പുറത്തിറങ്ങുകയാണെങ്കിൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ എന്ന് പണ്ഡിതന്മാർ എല്ലാവരും പറയാറുള്ളതാണ്, നിരന്തരം ഓർമ്മപ്പെടുത്താറുള്ളതാണ്. ആ വഅദിന്റെയും ദിക്റിന്റെയും സദസ്സിൽ വെച്ച് തന്നെയും പണ്ഡിതന്മാർ അത് തിരിച്ചു കൊടുക്കാറുണ്ട് എന്നത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നതായി പറയുന്നു, ഖബറുകൾ കുമ്മായമിടുക, അതിന്മേൽ ഇരിക്കുക, അതിന്മേൽ എടുപ്പുണ്ടാക്കുക എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ മക്ബറകളും ജാറങ്ങളും എല്ലാം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് നമുക്ക് കിട്ടുകയില്ലേ? ഖബറുകൾ കുമ്മായമിടുന്നത്, കെട്ടിപ്പോക്കുന്നത്, അവിടെ ഇരിക്കുന്നത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്ന് ഹദീസിലില്ലേ എന്നാണ് പറഞ്ഞത്. അത് പൊതു നിയമമാണ്. മൊത്തത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും കുമ്മായമിടുന്നതും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നത് ശരിയാണ്. പക്ഷേ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല എന്നും മാത്രമല്ല അത് നല്ലതാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മദീനയിൽ ആദ്യമായി വഫാത്തായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടിപ്പൊക്കിയതായിരുന്നു എന്നും അത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാട്ടക്കാർ ആ ഖബർ ചാടിക്കടക്കാൻ പറ്റുന്നവരായിരുന്നു, എന്നാൽ അത്രയും ഉയരത്തിലായിരുന്നു ഖബറുണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല. കെട്ടിപ്പൊക്കരുത് എന്ന് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതും അത് പൊതു നിയമമാണ്, പൊതു മുസ്ലിങ്ങൾക്ക് ബാധകമായതുമാണ്. മഹാന്മാരുടെ ഖബറുകൾ വേറിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് അതേ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ട്. മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം, മറ്റ് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിൽ യഥാർത്ഥ സ്വർഗാവകാശികൾ ആവുന്ന ഒരു ഏതാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. നിർത്താനുള്ള അവസാനത്തെ മറുപടിയാണ്. കാരണം ചോദ്യം ഇങ്ങനെ പൊറുക്കിക്കൂട്ടൽ തുടങ്ങിയാണ്, കഴിഞ്ഞേക്കണ ഏതാണ്ട്. അപ്പോൾ ഈ മറുപടി പറഞ്ഞ് പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇനി ചോദിക്കാം. സമയം വളരെ അതിക്രമിച്ചു. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ലോകത്ത്, കേരളത്തിലും. അതിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന പ്രസ്ഥാനം, വിഭാഗം ഏതാണ് എന്നാണ് ആ ചോദ്യത്തിന്റെ ആകത്തുക. ആ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുമ്പ് ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് റസൂലുള്ള തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സതസ്തരിഖു ഉമ്മത്തി അലാ സലാസി വസബഈന മില്ല, എന്റെ സമുദായം 73 വിഭാഗമായി ശിഥിലീകരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ,
ഈ 73 നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദത്തൻ, ഒരൊറ്റ വിഭാഗം ഒഴിച്ച് ബാക്കി മുഴുവനും നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ആ രക്ഷപ്പെടുന്ന വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അതിന് റസൂലുള്ള പറഞ്ഞ മറുപടി 2 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നിവേദനത്തിൽ കാണും ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, രക്ഷപ്പെടുന്ന വിഭാഗം ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകുന്നു. ഇതാണ് ഒരു മറുപടി. മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും അനുധാവനം ചെയ്ത, സ്വീകരിച്ച, പിന്തുടർന്ന വഴി ആര് സ്വീകരിക്കുന്നുവോ അവരാണ് സ്വർഗത്തിലെത്തുക എന്ന് റസൂലുള്ള പറയുന്നു. ഇത് രണ്ടും അക്ഷരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന, സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ചര്യ, അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ചര്യ. അപ്പൊ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നബിചര്യയും സ്വഹാബത്തിന്റെ ചര്യയും സ്വീകരിക്കുന്നവർ. മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞാൽ ഞാനും എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിലേക്ക് സൂചനയാണ്. വസ്ഹാബി എന്ന് പറയുന്നത് അൽ ജമാഅത്തിലേക്കും സൂചനയാണ്. അപ്പൊ ഞാനും സ്വഹാബത്തും സ്വീകരിച്ച മാർഗം ഇസ്ലാമിക വിഷയങ്ങളിൽ ആര് സ്വീകരിച്ച് ജീവിക്കുന്നുവോ അവരാണ് സ്വർഗത്തിൽ എന്ന് റസൂലുള്ള പറയുന്നു. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതിന്റെ തുടക്കത്തിൽ സ്വഹാബത്താണ്. ഇത് കേരളത്തിലെ മുജാഹിദുകൾ സമ്മതിക്കുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിയും സമ്മതിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദറസിൽ നിന്ന് ഇസ്ലാം നേരിട്ട് പഠിച്ച സ്വഹാബത്ത് അവരാണ് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ആദ്യമായി ഇസ്ലാമിക പ്രബോധക സംഘമായി വരുന്നത്. അങ്ങനെ വന്നെത്തിയ സ്വഹാബത്ത് കേരളത്തിൽ പള്ളി സ്ഥാപിച്ചു, കേരളത്തിൽ മിമ്പർ സ്ഥാപിച്ചു, കേരളത്തിൽ ജുമുഅ സ്ഥാപിച്ചു, കേരളത്തിൽ ബാങ്ക് സ്ഥാപിച്ചു, കേരളത്തിൽ നിസ്കാരം സ്ഥാപിച്ചു. ഇതൊക്കെ കേരളത്തിൽ തുടങ്ങി വെച്ചത് സ്വഹാബത്താണ്. സ്വഹാബത്ത് തുടങ്ങി വെച്ച ഇസ്ലാമിൽ, അവരിവിടെ പ്രചരിപ്പിച്ച ഇസ്ലാമിൽ നിങ്ങൾ ആലോചിക്കണം, അവരാദ്യമായി കേരളത്തിൽ ഉണ്ടാക്കിയ പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളി. ആ കൊടുങ്ങല്ലൂരിൽ ജുമുഅ സ്ഥാപിച്ചത് സ്വഹാബത്താണ്. ആ കൊടുങ്ങല്ലൂരിലെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്വഹാബത്ത് സ്ഥാപിച്ച ജുമുഅയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർ സ്ഥാപിച്ച ജമാഅത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 1920-കൾക്ക് ശേഷം മുജാഹിദുകളും 1940-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ച ഇസ്ലാമിൽ സ്ത്രീകളുടെ ജുമുഅ വന്നു. എങ്ങനെ വന്നു? സ്വഹാബത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണെന്ന് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ അന്നദുവ വാർഷിക പതിപ്പിൽ പറയുന്നു. അങ്ങനെ ഖുർആനും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ട് ആ ഇസ്ലാമിലില്ലാത്ത സ്ത്രീകളുടെ ജുമുഅ 920-ന് ശേഷം അല്ലെങ്കിൽ 40-ന് ശേഷം എങ്ങനെ ജമാഅത്തും മുജാഹിദും പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ഉണ്ടായത്? ഇത് സാധാരണ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുജാഹിദ് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, സ്വഹാബത്ത് സ്ഥാപിച്ച ഇസ്ലാമിൽ, അവർ പ്രചരിപ്പിച്ച ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ജുമുഅയില്ല, പള്ളിയിലുള്ള ജമാഅത്തില്ല. മുജാഹിദ് പ്രചരിപ്പിച്ച ഇസ്ലാമിൽ അതുണ്ട്. സ്വഹാബത്ത് സ്ഥാപിച്ച ജുമുഅയിൽ ഖുതുബ അറബിയിലാണ്. ഖുതുബ അറബിയിലാണ്. കൊടുങ്ങല്ലൂരിലാവട്ടെ, കാസർഗോഡാവട്ടെ, ശ്രീകണ്ഠപുരത്താവട്ടെ, മാടായിലാവട്ടെ, ധർമ്മടത്താവട്ടെ സ്വഹാബത്ത് സ്ഥാപിച്ച 10ഓളം പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ പള്ളികളിലൊക്കെയും അന്നും ഇന്നും ജുമുഅ ഖുതുബ അറബിയിലാണ്. 1920-കൾക്ക് ശേഷം 1940-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ഖുതുബ മലയാളത്തിലായി. ഇതെങ്ങനെ വന്നു? സ്വഹാബത്ത് സ്ഥാപിച്ച ജുമുഅയിൽ, സ്വഹാബത്ത് കേരളത്തിൽ സ്ഥാപിച്ച ജുമുഅയിൽ ജുമുഅക്ക് മുമ്പ് 2 ബാങ്കുണ്ട്. കേരളത്തിൽ 1920-കൾക്ക് ശേഷം 40-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ജുമുഅക്ക് 1 ബാങ്കാണ്. ഇതെങ്ങനെ വന്നു? സ്വഹാബത്ത് സ്ഥാപിച്ച തറാവീഹിൽ ആ തറാവീഹിന്റെ റക്അത്തുകൾ 20ആണ്.
കൊടുങ്ങല്ലൂരിലും കാസർഗോഡും 20ആണ്, മക്കത്തും മദീനത്തും 20ആണ്. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ 1920-കൾക്ക് ശേഷം 40-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പ്രചരിപ്പിച്ച ഇസ്ലാമിൽ തറാവീഹ് 8ആയി, ബാങ്ക് 1ആയി, ഇങ്ങനെ തുടങ്ങി സ്വഹാബത്ത് സ്ഥാപിച്ച ഇസ്ലാമിൽ ഇല്ലാത്ത പലതും ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും സ്വഹാബത്ത് സ്ഥാപിച്ച ഇസ്ലാമിൽ ഉള്ള പലതും ഇസ്ലാമിന്റെ പുറത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തവരാണ് സുന്നത്ത് ജമാഅത്തല്ലാത്ത കേരളത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കുന്നത് ആരാണ് നബിയെ എന്ന ചോദ്യത്തിന് ഞാനും എന്റെ സ്വഹാബത്തും ചെയ്തത് ചെയ്യുന്നവർ, ഞാനും എന്റെ സ്വഹാബത്തും ചെയ്തത് ചെയ്യുന്നവർ. ഞാൻ അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചത്, എന്റെ സ്വഹാബത്തും അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചത്. ഞാൻ സ്ത്രീകളെ ജുമാഅക്ക് കൊണ്ടുപോയിട്ടില്ല, എന്റെ സ്വഹാബത്തും സ്ത്രീകളെ ജുമാഅക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്റെ സ്വഹാബത്ത് ജുമാഅക്ക് മുമ്പ് 2 ബാങ്ക് കൊടുത്തിട്ടുണ്ട്, എന്റെ സ്വഹാബത്ത് ജുമാഅക്ക് മുമ്പ് 2 ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുന്നവരാണ് സ്വർഗത്തിൽ. എന്റെ സ്വഹാബത്ത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അത് നിസ്കരിക്കുന്നവരാണ് സ്വർഗത്തിൽ. അപ്പം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്ത് ചെയ്തുവോ, എന്ത് വിശ്വസിച്ചുവോ അത് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബത്ത് ചെയ്ത പലതും ചെയ്യാതിരിക്കുകയും അവർ ചെയ്തിട്ടില്ലാത്ത പലതും ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്തവരാണ് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും. ഇവരുടെ തനിനിറം മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണം. അപ്പോ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഇതിലേതാണ് സ്വർഗത്തിൽ എന്ന ചോദ്യം പുതിയതല്ല. ആ ചോദ്യം വളരെ പഴക്കമുള്ള ചോദ്യമാണ്. അത് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് റസൂലുള്ളാഹി മറുപടിയും പറഞ്ഞിട്ടുണ്ട്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് സ്വർഗത്തിൽ എന്ന് വ്യക്തമായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽ, ആ രക്ഷപ്പെട്ട വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി പ്രസക്തമായ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ച്. നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഹൈന്ദവർ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ മുഹമ്മദ് നബിയോട് ചോദിക്കുന്നത് അതുപോലെയല്ലേ എന്ന് ചോദിച്ചു. അതിന് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവായിട്ടുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കാം എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പറയും പ്രാർത്ഥനയല്ല, അത് ഇസ്തിആസയാണ്, സഹായാർത്ഥനയാണ് എന്ന്. ഇസ്തിആസയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അങ്ങനെ ചോദിക്കാം എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതണമെന്ന് ഉസ്താദുമാരോട് വിനീതമായി ചോദിക്കുന്നു. അങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ? ദിവ്യത്വം ചാർത്തിയിട്ടോ ചാർത്താതെ? അത് ചോദ്യത്തിന് പറഞ്ഞാൽ മതി. ചോദിച്ചത് ദിവ്യത്വം ചാർത്തിയിട്ടോ അല്ലാതെയോ എന്നല്ല, എന്താണ് പിന്നെന്താണ് സഹായം ചോദിക്കാം എന്നതിന്. ഞാൻ അതാ പറഞ്ഞത്, പ്രാർത്ഥന അങ്ങനെയാണെങ്കിലും സഹായാർത്ഥന എന്നാണെങ്കിലും ആ ചോദിച്ച ആ രൂപത്തിന്. മഹാത്മാക്കളോട് ദിവ്യത്വം ചാർത്താതെ അവർ അള്ളാഹുവിന്റെ അടിമകളാണ്, റസൂലാണ്, അല്ലെങ്കിൽ മഹാത്മാക്കളാണ് എന്ന അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാൻ പറ്റുമോ, സഹായം ചെയ്യുമോ? ഖുർആനിൽ നിന്ന് ഒരായത്താണ് തെളിവ് വേണ്ടത്. ചോദ്യത്തിന് മറുപടി പറയുന്നു. അങ്ങനെ റസൂലിനോട് ചോദിക്കാൻ പറ്റുമെന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹു ആകുന്നു. അല്ലാഹു നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ഇതാണല്ലോ അതിനർത്ഥം. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ സഹായിയാകുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടും നിങ്ങൾക്ക് സഹായം ചോദിക്കാം. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ, ഈമാനിൽ കമാൽ പ്രാപിച്ച നിസ്കാരം ക്രമപ്രകാരം നിർവഹിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന ആളുകൾ അവരും നിങ്ങളുടെ സഹായിയാകുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനമാണ്. അടുത്ത ചോദ്യം, നേരം വൈകണ്ട. അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ച ജുമാഅത്ത് മുമ്പ് ഒരു മഅശറ വിളിക്കുന്നൊരു സമ്പ്രദായം സുന്നി പള്ളികളിലുണ്ട്. മഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് എന്നുള്ള തുടങ്ങുന്ന ആ വചനം.
അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാലും. അത് സുന്നത്താകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഖുതുബ നിർവഹിക്കുന്നതിന്റെ മുമ്പ് സ്വഹാബിയോട് ഇപ്രകാരം നിർവഹിക്കാൻ വേണ്ടി, ഖുതുബ നിർവഹിക്കുമ്പോൾ ഒന്ന് ജനങ്ങളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു എന്ന് കുറിക്കുന്ന ഹദീസ് അതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ അത് പുണ്യകർമ്മമാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 2ാമത്തെ വാല്യം 461 പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, ഇൻതദൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ പ്രാർത്ഥന, നിങ്ങളുടെ സഹായം ചോദിക്കൽ കേൾക്കുകയില്ല, അങ്ങനെ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നു. അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യം വരുമോ എന്നാണ് വൈരുദ്ധ്യം വരൂല. അത് ഖുർആൻ പറഞ്ഞത് ശരിയാണല്ലോ. അവരൊരു കൂട്ടരുണ്ട്, അവരെ വിളിച്ചാൽ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, സഹായിക്കൂല. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. ആർക്കാ പൈല എതിർപ്പുള്ളത്? അങ്ങനത്തെ ഒരു കൂട്ടർ അവരുണ്ട്. നമ്മൾ പറഞ്ഞ ആ കൂട്ടരെ കുറിച്ചല്ല. നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ സഹായിക്കും, മഹാത്മാക്കൾ സഹായിക്കുന്നാണ് ഖുർആൻ പറഞ്ഞത്. അവര് കേൾക്കൂല, സഹായിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരാരാ? അത് മുഫസ്സിറുകൾ എല്ലാവരും പറഞ്ഞു, ഇൻ തദുഊഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ. ആരെ? അത് നിങ്ങൾ ചോദ്യകർത്താവ് പോക്കറ്റേക്കാണ് നീര് മടക്കുന്നത്. അങ്ങനല്ല. അതിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അയ്യൽ ആലിഹത്തല്ലതീ തദുഊനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ആ ദൈവങ്ങൾ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, സഹായിക്കൂല. ആർക്കാ സംശയമുള്ളത്? അതന്നെയാണ് നമ്മൾ പറയണത്. മറ്റു അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിന്, ഒരു ദൈവത്തിന് ആരാധിക്കാനേ പാടില്ല, ചോദിക്കാനേ പാടില്ല, തേടാനേ പാടില്ല. അതിനാർക്കും തർക്കമില്ല. നമ്മളോ, നമ്മൾ ദൈവത്തോടല്ല ചോദിക്കണത്. അള്ളാഹുവിന്റെ സഹായം അവൻ അനുവദിച്ച കേന്ദ്രങ്ങളായ നമ്മള് അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലോത്തവരിൽ നിന്നാണ് തേടുന്നത്. അത് ഒരിക്കലും ഈ ആയത്തിന് എതിരുമല്ല. ഇത് രണ്ടും രണ്ടാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവരും അത് പറഞ്ഞു. ആരുടെ കിതാബൊന്നും ഉദ്ധരിച്ചിട്ടില്ല. എല്ലാരും പറഞ്ഞു. നിങ്ങൾ ഏത് ചോദിച്ചോളൂ, എല്ലാവരിലും ഉണ്ട്. തഫ്സീർ റൂഹുൽ ഇബ്നു കസീർ എടുത്തോളൂ, തഫ്സീർ അൽ മുഹററുൽ വജീദ് എടുത്തോളൂ, റാസി എടുത്തോളൂ, റൂഹുൽ മആനി എടുത്തോളൂ, ബഗ്വി എടുത്തോളൂ, ആലൂസിയുടെ എല്ലാ തഫ്സീറും അങ്ങനെയാണ്. ഏതെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റും? ഒന്ന് വായിച്ചില്ല. അത് അറബി ആയതുകൊണ്ടേക്കാരല്ലേ. അറബി തന്നെ കിതാബ് ഉണ്ടാകുക. ആ കിതാബിന് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അൽ മുഹററുൽ വജീദ് തഫ്സീർ ഇബ്നു അത്ഇയ്യത്തുൽ ഉൻദുലുസി, ഹിജ്റ 7ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതൻ. ദിവ്യത്വം ചാർത്താതെ അള്ളാഹു സഹായിക്കുന്ന, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതിന് രേഖയുണ്ടോ? രേഖയാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, നിങ്ങളെ സഹായിയാണ് ആര്? അള്ളാഹു. വറസൂലു, അവന്റെ റസൂലും. നിങ്ങൾ നോക്ക്, ഖുർആൻ പച്ചയായിട്ടല്ലേ പറഞ്ഞത്? ഇന്നമാ വലിയുക്കും, നിശ്ചയം നിങ്ങളുടെ സഹായി. നിങ്ങൾ എന്ന് പറഞ്ഞ ആരാ? നിങ്ങൾ എന്ന് പറഞ്ഞ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ സഹായി അള്ളാഹു ആകുന്നു. അപ്പോ റസൂൽ ഇന്നുള്ള 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളോട് പറയാം, നിങ്ങളെ സഹായി ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് ഖുർആൻ നിർത്തിയില്ല, റസൂലുഹു, അവന്റെ റസൂലുമാകുന്നു. ഏതായി റസൂല്? 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായിട്ട് ഖബറിൽ കിടക്കുന്ന റസൂലുണ്ടല്ലോ, ആ റസൂല് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ സഹായിയാണ് എന്ന് ഖുർആൻ പച്ചയായിട്ടല്ലേ പറയുന്നത്. സൂറത്തുൽ മാഇദയിലെ 55ാമത്തെ വചനത്തിലല്ലേ. ഇനി എന്താ അവിടെ സംശയിക്കാനുള്ളത്? ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ല. ഇന്നുള്ള 21ാം നൂറ്റാണ്ടിലുള്ള നിങ്ങൾക്ക് സഹായിക്കും ആര്? 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായ റസൂലുഹു, റസൂല് സഹായിക്കുന്നു. ഖുർആനല്ലേ പറയണത്. ആർക്കത് ചെയ്യാത്തത്? അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ് ഈ ആയത്ത്. അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്നാല്, കൊടുക്കുന്ന കഴിവുകൊണ്ട് സഹായിക്കുന്ന നമ്മൾ പറയണത്. കൊടുക്കുന്ന കഴിവുകൊണ്ട് സഹായിക്കും, കൊടുക്കാത്ത കഴിവുകൊണ്ടല്ല ഈ സഹായിക്കണം. അങ്ങനെ എവിടെ പറഞ്ഞിട്ടുള്ളത്? വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്,
മഹാത്മാക്കൾക്ക് അള്ളാഹു കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അത് ഇത്രേ കൊടുക്കൂന്ന് നിങ്ങൾ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ റസൂലിന് ഇപ്പൊ അള്ള കൊടുക്കുന്നത് ഇത്ര ഇത്ര ശതമാനം, മൊയ്തീൻ ഷേഖിന് ഇത്ര, ആ പൂതിയാണ് മനസ്സിൽ വെച്ചടി. അള്ളാഹു കൊടുക്കുന്നത് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ വല്ലേ നിലത്തുന്നു എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ആ കഴിവ് അല്ലാഹു അവർക്ക് നൽകുന്നു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ആ കഴിവ് അല്ലാഹു കൊടുക്കുന്നു. ഇതൊക്കെ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു നൽകുന്നു. ചോദിക്കാത്തവരുണ്ടെങ്കിൽ ചോദിക്കാൻ സമയമില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പഴയ കാലത്ത് സമസ്ത ഒപ്പം കൊണ്ടു നടന്ന നൂരിശ തുരീക്കത്ത്. ഇപ്പൊ നമ്മുടെ ഇടയിലും ചില ഭാഗത്തൊക്കെ നൂരിശ ത്വരീഖത്തുകാരെ കണ്ടുവരുന്നു. കുറച്ച് താടിയും ഷർട്ടൊക്കെ നീളം കൂടുതലുണ്ട് എന്നല്ലാതെ നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് ഒരു വ്യത്യാസം കാണുന്നില്ല. അത് വിശദീകരിക്കണമെന്ന്. വളരെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ ആദ്യം ചോദിക്കുകയാണെങ്കിൽ നല്ല വിശദീകരണം കിട്ടിയിരുന്നു. ഇപ്പൊ സമയം വളരെ അതിക്രമിച്ചു. നമ്മൾ മുജാഹിദിന്റെ പരിപാടിയല്ല. നമ്മളെ പെർമിഷൻ കഴിഞ്ഞ് 1 മണിക്കൂറും 10 മിനിറ്റ് പൊളുവായി. നിങ്ങൾ നോക്കണം, നൂരിശ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, ത്വരീഖത്ത് എന്നത് ഇസ്ലാമിലെ ആത്മീയ പ്രസ്ഥാനമാണ്. അതിന് ഒരുപാട് നിബന്ധനകൾ മേളിക്കുമ്പോഴേ ത്വരീഖത്ത് ഉണ്ടാവൂ, ഷെയ്ഖ് ഉണ്ടാവും, മുറബി ഉണ്ടാവുള്ളൂ, മുരീദന്മാരുണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പം എങ്ങനെയെന്ന് അറിയുക, ഇവിടുന്ന് അങ്ങോട്ട് കുളത്തൂർക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റോപ്പിലും ഓരോ ഷെയ്ഖും ഓരോ മുറബി ഓരോ ത്വരീഖത്തുമാണ്. അത് ഇസ്ലാമല്ല. മത്തിക്കച്ചവടം പോലെ ഇരിക്കണമെന്ന് ത്വരീഖത്ത്. മുറബിയ ഷെയ്ഖ് കാലുമ തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത കോലയിക്കണേ നമ്മളെ നാട്ടിൽ. ഇതല്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബു റിസാലത്തു അയ്യുഹൽ വലദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുറബിയായ ഷെയ്ഖ്, ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹാൻ പറയുന്നു, യുഷ്ബിഹു അമലൽ ഫല്ലാഹി, കർഷകന്റെ പ്രവൃത്തിയോട് സാദൃശ്യതയുള്ള പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ അവന്റെ വിത്ത് അവൻ വിതക്കുന്നു. അങ്ങനെ കൃഷി വളർന്നു കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ കൃഷിയുടെ ഇടയിൽ ഉണ്ടാകാറുള്ള കളകളുണ്ട്. കളകൾ, ആ കളകളെ പിഴുതെറിഞ്ഞെങ്കിലേ കൃഷി വലുതാവും. എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കളകൾ, അതിന്റെ ഫലഭൂഷ്ടിയുള്ള ഭാഗങ്ങളൊക്കെ കളകൾ തിന്നുപോകും, കൃഷി ഉണങ്ങും. അപ്പൊ ഈ കളകളെ പിഴുതെറിയുന്ന പരിപാടി കർഷകന്മാർക്ക് സുപരിചിതമാണ്. ഇതുപോലെ ആയിരിക്കണം ഈ മുറബിയായ ഷെയ്ഖ്, ത്വരീഖത്തിന്റെ ഷെയ്ഖ് ചെയ്യുന്ന പണി. എന്ന് പറഞ്ഞാൽ തന്റെ മുരീദുമാരായ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന കറകൾ, അവിടെ ഉണ്ടാകുന്ന വേണ്ടാത്ത വിചാരങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾക്ക് ആവശ്യമായ ഇതൊക്കെ അവന്റെ മനസ്സിന് വരുമ്പോഴേക്ക് അത് പിഴുതെറിയാനുള്ള കഴിവുണ്ടാവണം. അവനാണ് മുറബിയായ ഷെയ്ഖ് എന്ന് പറയാം. അതാ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതും. എന്ത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്ന് പറഞ്ഞതിന്റെ അർത്ഥത, മുരീദന്മാരെ കൽബിലും വേണ്ടാത്ത വിചാര വികാര പ്രകടനങ്ങൾ വരുമ്പോ അതെനിക്ക് കാണാനും കഴിയും, അത് ഞാൻ പിഴുതെറിയുകയും ചെയ്യും. അതിന് പറ്റിയ സമാനമായ സംഭവങ്ങൾ ഹാഫിദ് ശംസുദ്ദീൻ സഹബി ഇബ്നു തൈമിയുടെ ശിഷ്യന തന്റെ സിയറു ആലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് തെർബിയത്ത് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ആലുവ തരീഖത്താവട്ടെ, അല്ലെങ്കിൽ നൂരിശ തരീഖത്ത്, ഈ ജാതി ശംസിയ തരീഖത്ത്, ഒരുപാട് തരീഖത്ത്, അതിന്റെ ഒക്കെ തരീഖത്തിന്റെ മുറബിയായ ഷെയ്ഖുമാർ എന്ന് പറയുന്ന ആളുകൾ അവർ മുരീദന്മാരുടെ മനസ്സിലുള്ള കളകൾ, വേണ്ടാത്ത വിചാര വികാരങ്ങൾ പിഴുതെറിയണം. അപ്പോഴേ ഇയാള് മുറബിയാവുള്ളൂ എന്നാ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവരെ മുറബിയായ ഇവരെ തരീഖത്തിന്റെ ഇവരുടെ ഷെയ്ഖുമാരുടെ അവസ്ഥ, മുരീദന്മാരുടെ അവസ്ഥ. അവർ മുരീദന്മാരുടെ മനസ്സിലുള്ള കളകൾ പോയിട്ട് അവരുടെ മനസ്സിലുള്ള കളകളൊന്നും ഇല്ലാതാക്കിയാൽ തന്നെ കുറെ ഹൈറായിരുന്നു. പിന്നല്ല മുരീദന്മാരുടെ കള ഈ ഷെയ്ഖുമാരെ കൊണ്ടാണ് മലങ്ങിയത്. അതുകൊണ്ട് തന്നെ ഓരോ ഷെയ്ഖിന്റെ മുരീദന്മാർ, 1-ാം മുരീദ് 2-ാം മുരീദ് രാജിവെച്ച് പോരുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ഇയാളെ പറ്റി മനസ്സിലായത്. തന്നെ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ തിരിഞ്ഞു, ഞാൻ കഴിഞ്ഞ മുമ്പനെ തിരിഞ്ഞിരിക്കുന്നതാ ഞങ്ങളെ മറുപടി.
ആലുവ തരീഖത്തിന്റെ ഒന്നാം ഖലീഫായിരുന്നു ആര്? അഹമ്മദ് തങ്ങൾ, ജിഫിരി തങ്ങൾ എന്ന് പറഞ്ഞ കക്കാടുള്ളേ രാജിവെച്ചു. ഞാൻ അയാളെ കുറിച്ച് പ്രസംഗിച്ചു കോട്ടുമലയിൽ വെച്ച്. ആലുവ ത്വരീഖത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടി 3 CD അത് വിപണിയിൽ ഇന്നും കിട്ടും. ആ പ്രഭാഷണത്തിന് മറുപടി പറഞ്ഞത് എനിക്ക് ഈ തങ്ങളായിരുന്നു, ഒന്നാം ഖലീഫായിരുന്നു. ഇടകിടുവോ 2 മാസം 3 മാസം കഴിഞ്ഞപ്പോണ്ട് ഒന്നാം ഖലീഫിൻ രാജിവെക്കുന്നു. എന്തിയപ്പത് പെട്ടെന്ന് തന്നെ തരീഖത്ത് ഒന്നാകെ പോവേ. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. ഞാൻ വിശദീകരിക്കല്ല. കൂട്ടത്തിൽ ഒന്നാണ് നൂര് ഷാ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അത് നൂര് ഷാ ആദ്യം അയാൾ ഷെയ്ഖും മുറബിയായിട്ടൊന്നും രംഗത്ത് വന്നിരുന്നില്ല. അതുകൊണ്ട് അന്നത്തെ നല്ലൊരു ഹൈദരാബാദിലുള്ള ഒരു വലിയ വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു പുറത്തുനിന്ന് ഒരു ഉറുദു ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ആൾ എന്ന നിലക്ക് അയാളെ കൊണ്ടു നടന്നു. ശരിയാണ്. പിന്നെ അയാൾക്ക് മുറബിയും തെർബിയത്തൊക്കെ രംഗത്ത് വന്നത് അപ്പൊ സമസ്തയുടെ ഉലമാക്കൾ അത് പിഴച്ചതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നൂര് ഷാ ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്തിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, പിഴച്ച വിശ്വാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇവരുടെ ഷെയ്ഖ് തന്നെ എഴുതിയ ഗ്രന്ഥമുണ്ട്, അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ 48-ാമത്തെ പേജ് 64-ാമത്തെ പേജിലൊക്കെ നോക്കിയാൽ കാണാം. ഉറുദുവിലുള്ള പുസ്തകമാണ്. അതിന്റെ പഴയ പതിപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞത് കാണാം. സുന്നി ഉലമാക്കളായ സുന്നികളായ നമ്മൾ അംഗീകരിക്കുന്ന ഉറൂസ്, ജാറം മൂടല്, അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ബറക്കത്തെടുക്കല്, ഇതൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയത് എന്താണെന്നറിയോ? ഇതൊന്നും ശിർക്കല്ലെങ്കിലും അൽ ബത്ത യെ തമാം അമാൽ മംനൂഅ് ഹേ യെ മുശാബിഹ് ശിർക്ക് ഹേ എന്നാ. ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ്. ഇത് ശിർക്കല്ലെങ്കിലും ശിർക്കിനോട് സമാനമായ പ്രവർത്തനങ്ങളാകുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് നൂര് ഷാ ത്വരീഖത്ത്. ഇതൊക്കെ എത്ര നമ്മൾ വെല്ലുവിളിച്ചതാ. അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇവരുടെ ത്വരീഖത്ത് എന്ന് പറഞ്ഞാലും ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാലും ഇതൊന്നും യഥാർത്ഥ ത്വരീഖത്തല്ല. അതൊക്കെ ഭൗതികമായ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ചില പരിപാടികളാണ്. മുസ്ലിമീങ്ങളാരും ത്വരീഖത്ത് എന്ന് പറഞ്ഞ് അതിലൊന്നും വഞ്ചിതരാകരുത് എന്ന് ഒറ്റ വാക്കിൽ പറയുന്നു. വിശദമായി അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. ഈ ചുരുങ്ങിയ സമയത്ത് വിശദീകരിക്കാൻ സമയമില്ല. അത് വേണമെങ്കിൽ ഞങ്ങൾ പണ്ടൊരിക്കൽ ഓമശ്ശേരിയിൽ നടത്തിയതുപോലെ ഒരു ത്വരീഖത്ത് മുഖാമുഖം വേണമെങ്കിൽ പിന്നെ നടത്താവുന്നതാണ്. ഇപ്പോൾ അതിനുദ്ദേശിക്കുന്നില്ല. സമയം വളരെ അതിക്രമിച്ചു. ചോദ്യം തീരെ ചോദിക്കാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ കട്ടുപ്പാറുള്ള ഒരാളാണ്. ഈ വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണ്. ഞാൻ VK ഉമ്മറാക്കന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. എന്റെ ചോദ്യം, VK ഉമ്മറാക്ക സെക്രട്ടറി ആയി സ്ഥാപനം നടത്തുന്നുണ്ട് കട്ടുപ്പാറയിൽ. അതിനോടനുബന്ധിച്ച് അതിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം അടിച്ചിറക്കിയിരുന്നു. ആ പുസ്തകം നമ്മളുടെ കടയിലായിരുന്നു കുറച്ചൊക്കെ കൊടുന്നു വെച്ചിരുന്നത്. അപ്പൊ നമ്മൾ സ്ഥാപനം കൊണ്ട് നടത്തുന്ന ആളാകൊണ്ട് എല്ലാ ആളുകളോടെ ബന്ധപ്പെടുന്നതാണ്. മുജാഹിദ് വരും, നൂരികൾ വരും, സുന്നികൾ വരും, APകൾ, VKകൾ എല്ലാവരും വരും. അപ്പൊ അവിടുന്ന് മുജാഹിദിന്റെ ആളുകൾ ഈ പുസ്തകം കൊണ്ടുപോയിട്ട് അതിലുള്ള സംശയങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്. അതിലൊരു സംശയം എന്നോട് ചോദിച്ചാൽ ആ സംശയം ഞാൻ പറയാൻ പോവാണ്. അതില് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു സുന്നത്ത് ജമാഅത്ത് ഒരു പഠനം എന്നൊരു ചോദ്യം, ഒരു ക്ലിപ്പ് മാതിരിയാണ് അവർ രേഖപ്പെടുത്തിക്കുന്നത്. അഥവാ മുജാഹിദിന്റെ ആൾക്കാർ അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കലിമത്ത് തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 1ാം സ്ഥാനമുണ്ടെങ്കിലും അത് അക്ഷരത്തിൽ മാത്രമാണ്. താത്വികമായി മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് 1ാം സ്ഥാനത്തുള്ളത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ പണ്ഡിതൻ എന്താ എഴുതിയിരിക്കുന്നത് ആ ഫുള്ളായിട്ട് വായിച്ചാലേ അറിയുള്ളൂ. അതല്ലെങ്കിൽ ആ പണ്ഡിതന്റെ മനസ്സിൽ എന്താന്നുള്ളത് ആ പണ്ഡിതനോട് നേരിട്ട് ചോദിച്ചാലേ അറിയുള്ളൂ എന്നാണ് ഞാൻ അതിന് മറുപടി കൊടുത്തത്. പക്ഷെ ഈ സംശയം പല ആളുകളെ കയ്യിൽ, പുസ്തകമുള്ള ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഈ സംശയം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി, എനിക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ആവരുത്, അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കണം എന്ന് പറയാണ്. ആ ചോദ്യത്തിന്റെ മറുപടി നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞതാണ്. അദ്ദേഹം ഒരുപക്ഷെ വരാൻ താമസിച്ചതായിരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, ഇതാണല്ലോ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വാക്യം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് സന്ദേശം അത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിന്റെ വഹയിന്റെ ഭാഗമാണ്. വഹയി മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത്. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് അള്ളാഹു ഇതുപോലെ ഒരു പൊതുയോഗം വിളിച്ച് പ്രസംഗിച്ചതല്ല. ഇങ്ങനെ ഒരു പൊതുയോഗം വിളിച്ചിട്ട് ഞാൻ അള്ളാഹുവാണ്, ഞാൻ ഏകനാണ്, ഇലാഹാണ്, ഈ നിൽക്കുന്ന മുഹമ്മദ് നബിയാണ്, എന്റെ റസൂലാണ് എന്ന് ഒരു പ്രസംഗത്തിലും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടില്ല. പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു കൊടുക്കുന്നത് ആർക്കാണ്? അത് അള്ളാഹു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്.
അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളയാകുന്ന മധ്യവർത്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അർത്ഥത്തിൽ അക്ഷരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് ഒന്നാം സ്ഥാനത്തെങ്കിലും അർത്ഥത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുഹമ്മദുർ റസൂലുള്ളയാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം പന്മള ഉസ്താദ് എഴുതാനും കാരണം ഇതാണ്. ഈ മുഹമ്മദുർ റസൂലുള്ളയെ നാം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നേരിട്ട് അള്ളാഹ് നമ്മളോട് പ്രസംഗിക്കണം, അള്ളാഹു നമ്മളോട് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പ്രസംഗിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ റസൂലുള്ളയാണ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ റസൂലുള്ളയെ മാറ്റി നിർത്തിയാൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റസൂലുള്ള. ആ റസൂലുള്ളയിലൂടെ നാം പരമ ലക്ഷ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ആ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ആമുഖ പ്രസംഗത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തൊരു മുജാഹിദിന്റെ പ്രസംഗം കേട്ടു. ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കിയൊരു ഇതാണ്. അതിലവർ പറയുന്നുണ്ട് അലവി സഖാഫി ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കാണ്. അതായത് മുജാഹിദ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു ഭയങ്കരമായിട്ട് വെല്ലുവിളി നടത്തുന്നുണ്ട്, മുജാഹിദ് ഉള്ളോട്ട് വന്നിട്ട് വെല്ലുവിളി നടത്തുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പ്ലാമതോളം അങ്ങാടിയിൽ ഒരുപാട് മുജാഹിദീങ്ങൾ ഉള്ളതാണ്. ഉസ്താദ് ഇവിടെ വെച്ചിട്ടോളൊന്ന് വെല്ലുവിളിച്ചൂടെ? വെല്ലുവിളിച്ചെന്നെ ഇതന്നെ തുറന്ന സംവാദം തന്നെ ഒരു വെല്ലുവിളിയല്ലേ? നമ്മളിത് പരസ്യമായിട്ടല്ലേ ഇത് നടത്തണേ. ഞാൻ ആളില്ലാത്ത പോസ്റ്റിലെല്ലാം ഗോൾ അടിക്കണം. ഇന്നാളിപ്പോ ഒരാളിൻ്റെ അടുത്തേ മാറി ചോദിച്ചു ഏതോ ഒരു മുഖാമുഖത്തിൽ, പടച്ചോനെ പച്ച നോളം. ഞാൻ ഇപ്പൊ സക്കരിയ സലാഹിന്റെ നാട്ടിൽ പോയിട്ട് 2 ദിവസം ഗോൾ അടിച്ചു വന്നത് നിങ്ങൾ ഓർത്തണം. അതിലപ്പുറം എന്താ? മുജാഹിദിന്റെ ഏറ്റവും വലിയ മൂർച്ചുള്ള നാട്ടിന്റെ ഉടനെ സക്കരിയ ഓന്റെ നാട്ടിന്റെ ഓന്റെ പേരന്റെ അമ്മരത്ത് പോയിട്ട് 2 ഗോൾ അടിച്ച് 2 ദിവസം അടിച്ചെന്നെ ഞാൻ ഗോൾ തന്നെ വേണ്ടി. ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല, ഓൻ മുണ്ടിട്ടില്ല. ഞാൻ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. മുജാഹിദിന്റെ സംസ്ഥാന 2 ഗ്രൂപ്പിന്റെ നേതാക്കളുടെ സ്ഥലമാണ് കുനിയിൽ പ്രദേശം. അവിടെ 5 ദിവസം ഗോൾ അടിച്ചത് ഞാൻ. 5 ദിവസം ഗോൾ അടിച്ചെന്നെ മറുപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ പോകുന്നു. മുജാഹിദിന്റെ ജില്ലാ കേന്ദ്രമാണ് മഞ്ചേരി. അവിടെ ഇപ്പൊ ഈ 5 ദിവസം ജിക്കമിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 5 ദിവസം അവിടെയും ഗോൾ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പൊ പോയത് എങ്ങനത്തെ അറിയാം, കേരളത്തിൽ മുജാഹിദ് ഉണ്ടായ ഒരു സ്ഥലമുണ്ട്. എവിടെ നിങ്ങൾ എവിടെ ഉണ്ടായത്? കൊടുങ്ങല്ലൂരിലെ എറിയാട് എന്ന് പറയുന്ന സ്ഥലം. കൊടുങ്ങല്ലൂരിന്റെ അടുത്ത എറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുജാഹിദ് ഉണ്ടായത്. മുജാഹിദ് ഉണ്ടായ ഐക്യവിലാസം വീടുണ്ട്, ഐക്യസംഘം ഉണ്ടാക്കിയ ഐക്യവിലാസം വീട്. ആ വീടിന്റെ ചുമര്, അവിടെ സ്ഥലത്തിന്റെ ചുമര്, അതിന്റെ തൊട്ടുപ്പുറത്ത് നിന്നിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. ഓല അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ ഇത് ഉണ്ടായത് ഇത് ചോദിച്ചിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. ഞാൻ ഗോളടികളെ നോക്കിയിട്ട് തന്നെയാണ്, പോസ്റ്റിക്ക് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഗോളടിക്കണത്, ഇല്ലാത്തോടത്തല്ല. അത് നല്ല തമാശ. ഇപ്പൊ ഞാൻ മുജാഹിദിന്റെ വലിയ സംഗതിയാക്കിയിട്ടില്ല. 5 ജില്ലയിൽ നിന്ന് ആളെ കൊടുത്ത് ഇരുത്തിയ സ്ഥലത്ത് വന്നിട്ടല്ലേ ഇവിടെ ഗോളടിച്ചത്. എന്താ ഈ പറയുന്നത്? ഇനി ഞാൻ ഗോളടിക്കാൻ പോവാണ് ഇൻഷാല്ലാ 3 ദിവസം ഒന്നായിട്ട്. എവിടെ? മുജാഹിദിന്റെ മറ്റൊരു കേന്ദ്രമായ ഒതായിക്കൊക്കെ അറിയോ? കേരളത്തിൽ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനുള്ള, കേരളത്തിൽ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിൽ സ്വഹാബത്ത് ആരും സ്ത്രീകളെ ജുമാക്കും ജമാഅത്തിനും കൊണ്ടുവന്നിട്ടില്ല. 1350 കൊല്ലക്കാലം കഴിഞ്ഞിട്ടാണ് സ്ത്രീകളെ ജുമാക്കും ജമാഅത്തിനും കൊണ്ടുവന്നത്. അത് എവിടെയായിരുന്നു അറിയോ? മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ അവിടെ 3 ദിവസം ഗോളടിക്കാൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അറികൾ പറഞ്ഞാൽ ഇനി എവിടുന്ന ബലി വരുന്നത്? ഇവരൊക്കെ വന്ന കഥയുണ്ടോ? ബലി ഗോളടിച്ചുമ്പോ അന്തം വിട്ട് ഹോ എന്ന് പറഞ്ഞ ഗോളെങ്ങനെ ചെല്ലാന്നല്ലാതെ അത് പിടിക്കാൻ നോക്കണം. അതിന് കഴിയൂല വിലക്ക്. അതിന്റെ മാത്രം കഴിവല്ല. ഞങ്ങൾ ആര് ഗോളടിച്ചാലും അങ്ങനെ തന്നെയാണ്. നിൽക്കൽ അടിക്കുന്ന ആള് ചെറുതായിരിക്കും, പക്ഷെ ഗോള് ഭയങ്കര ശക്തിയാവും. അടിച്ച് ഡീസലല്ലേ ഗോള്. അപ്പൊ ആ ജാതി ഒന്നും പറയണ്ട. ആണത്വമുണ്ടോ, പാണ്ഡിത്യമുണ്ടോ, വിവരമുണ്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആത്മാഭിമാനമുണ്ടോ? കടന്നു വരാമ്പോ മുജാഹിദുകൾക്ക് കടന്നു വരട്ടെ, അവർ ചോദിക്കട്ടെ, അവർ വെല്ലുവിളിക്കട്ടെ, തെളിയിക്കട്ടെ. ആണത്വമുണ്ടോ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ബഹുജന ഗിരിജന വിദ്യാർത്ഥി വിഭാഗങ്ങളെ മുഴുവനുമാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വെറുതെ നുണ പറയാ, ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കുക എന്നും പറഞ്ഞാല്. ഇതൊക്കെ ഞങ്ങളെ പറ്റി തന്നെ മതി പറയേണ്ടി വന്നൊരു കേദുണ്ട്. നമ്മൾ പ്രസംഗിച്ച സ്ഥലം നമ്മളിങ്ങനെ പറയാൻ തന്നാല് അതൊക്കെ സങ്കടമുണ്ട്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷെ ഇത് പറയേണ്ടി വന്നതുകൊണ്ട് പറയാണ് സഹോദരന്മാരെ. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും ഗോളടിക്കണത് ഇവിടെ നിങ്ങൾക്കറിയാം. മുജാഹിദിന്റെ ആഗോള നേതാവുണ്ടല്ലോ നിങ്ങളെ അടുത്ത്, മറിയാക്കാന്റെ അടുത്താണ് ഹുസൈൻ സലഫി. അയാളെ മൂക്കിൻ്റെതായല്ലോ ഇപ്പൊ നമ്മൾ ഈ ഗോളടിക്കണത്. ഇവിടെ വന്നൂടെ അയാൾക്ക്? അല്ലെങ്കിൽ അപ്പുറത്തും പോയി ഗോളടിച്ചാൽ നിൽക്കണോ? അപ്പൊ അതൊക്കെ നിർത്തികളി. അതൊക്കെ മനുഷ്യന്റെ ഇടയിൽ പറയാൻ പറ്റുന്ന വർത്താനല്ല. മുജാഹിദുകളുണ്ടോ, പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, കടന്നു വരാം, ചോദിക്കാം. ഇതുപോലെ ഞങ്ങൾ നടത്തിയ പോലെ നടത്തട്ടെ. അതല്ലേ ആണത്വം.
ഇതിങ്ങനെ അവനാന്റെ ആൾക്കാരെ ക്യൂ നിർത്തിച്ചിട്ട് മറ്റാൾക്ക് ചോദിക്കാൻ പാടില്ല. വല്ല ചോദ്യം ചോദിച്ചാൽ അത് ഇപ്പറല്ല ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പോയില്ലേ. ഞങ്ങളെ ചോദ്യം എല്ലാം ചോദിക്കാന്നുള്ള ഞങ്ങളെ പ്രത്യേകത. 4 മധുഹബുമാണ് ഞങ്ങൾ. അപ്പൊ അതൊക്കെ തന്നെ ഞങ്ങളത് അങ്ങനെയല്ല. ഞങ്ങൾ തുറന്ന വീഞ്ഞ, ഞങ്ങൾ ആത്മാർത്ഥത്തിൽ അത് പറഞ്ഞത്. ഇതിലൊരു കളങ്കല്ല. നിങ്ങൾക്ക് ചോദിക്കാം, ആശയപരമായി എന്തും ചോദിക്കാം. ഞങ്ങളൊക്കെ എല്ലാ രേഖയും നമ്മൾ നിരത്തിയിട്ടില്ല, മഴയായതുകൊണ്ട് ഞങ്ങൾ രേഖന്റെ അടിച്ച വേണ്ടി എന്നൊക്കെ കാറിലും വണ്ടിയിലുണ്ട്. അത് എടുത്തു കൊണ്ടുവരും, തെളിയിക്കും, ഞങ്ങൾ കഴിയും. അത് ഞങ്ങളെ വിവരം കൊണ്ടല്ല, മുജാഹിദിന് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങൾ വലിയ പണ്ഡിതന്മാരായതുകൊണ്ടല്ല. ഇതുപോലാണ് നടത്തട്ടെ മുജാഹിദ്. അതല്ലേ ആണത്വം. ചോദിക്കുക, ഇഷ്ടം പോലെ ചോദിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടോ 11:30 മണിയായി. അൽഹംദുലില്ലാ നിയമപാലകർ നമ്മോട് സഹായിച്ചു. അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് ശല്യമൊന്നും ചെയ്യാൻ അത് മതപ്രബോധനം നടത്തിക്കോട്ടെ തന്നെ നിയമപാലകർ കരുതുള്ളൂ. അപ്പൊ അതുപോലെ ഇങ്ങനെ കഴിയുന്നത്ര സമയം നീട്ടിക്കൊണ്ട് നടത്താൻ കഴിയോ? അതിൽ കുട്ടികൾ ചോദിക്കാൻ പറ്റുന്ന തല വീണ്ടും അവിടെ തന്നെ വേണം, അടിച്ചു പൊട്ടിച്ചാൻ പറ്റൂല. വീരാൻകുട്ടിക്ക് കഥ പറയാണ്ട്, ഞാൻ അത് പറയാൻ കാണിക്കുക, ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. വീരാൻകുട്ടികൾ തല പൊട്ടിച്ചു, എന്തിയാവും ചെയ്ത തെറ്റ് ഒന്നുമില്ല. മുജാഹിദ് പറഞ്ഞ വിശ്വാസം ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാ. ഒരു മഹാസാധു, ഓനെ കണ്ടാൽ തന്നെ വല്ലതും 10 രൂപയാണ് കൊടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു മഹാസാധു ഓന്റെ തല അടിച്ചു പൊട്ടിച്ചു. ചേറൂര് മുഖാമുഖത്തിൽ മുജാഹിദുകൾ എന്തേ ഓൻ ചെയ്തു തെറ്റ്? ഓന്റെ കുടുംബക്കാർ മുഴുവനും മുജാഹിദുകളാ. അവർ നൽകുന്ന പുസ്തകങ്ങൾ, ലഘുലേഖകൾ അതൊക്കെ വായിച്ചിട്ട് ഒന്നൊരു സംശയം ഉണ്ടായി. ആ സംശയത്തിന്റെ ശരിയോ തെറ്റോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നു എന്നുള്ള തെറ്റാ ഇവൻ ചെയ്തത്. ആ സാധു എത്ര ദിവസം ഹോസ്പിറ്റലിൽ കടന്നു എന്നറിയോ? ഞങ്ങൾ അതെ നമ്മളെ ഭാഗത്ത് ചോദിക്കാൻ വന്നപ്പോ ഓനെ വളഞ്ഞു. നിങ്ങളിത് ചിന്തിക്കണം സഹോദരന്മാരെ. ഞാനിപ്പോ അതെല്ലാം കൂടി പറയുന്നില്ല. ഞങ്ങളതിന് തിരിച്ച് ഇവിടെ നടത്തിയതുപോലെ തുറന്ന പരിപാടി ഞങ്ങൾ അവിടെ നടത്തി. ഞങ്ങൾക്ക് ഇവരെ കളങ്കല്ല. ഞങ്ങൾ പോയി ഈ പറയുന്ന ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. തുറന്ന സംവാദം. ഇതൊന്നുമല്ല, ഒരു വമ്പിച്ച ഒരു 10,000-കണക്കിന് ആളുകളുടെ സദസ്സ്. കാരണം തല പൊട്ടിച്ച പരിപാടിയല്ലേ. അപ്പൊ സുന്നികൾ എത്ര ആളുകൾ തല പൊട്ടിക്കുന്ന അറിയാം. മുജാഹിദുകളും വന്നിട്ടുണ്ട്. ഞങ്ങൾ പടച്ചോന്റെ റൂഫിൽ കൊണ്ട് തലയും പൊട്ടിയില്ല. ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ മുജാഹിദുകൾ അങ്ങനെ പൊട്ടിപ്പോയി എന്നല്ലാതെ തലക്കൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ഞങ്ങളെ നിലപാട്. ഇത് ഞങ്ങളെ പവർ കൊണ്ടല്ല. ഞങ്ങളെ സാദാത്തുക്കളും ഉലമാക്കളും ഉസ്താദുമാരും നേതാക്കളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആശയ ഭദ്രതയാണ്. പ്രമാണബദ്ധമായതുകൊണ്ടാണത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മുഖാമുഖം നടത്താൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് കഴിയും? ഇതാ ഞങ്ങൾ ചോദിക്കണം. നിങ്ങൾ പേര് തുറന്ന സംവാദം എന്ന 5 ജില്ലകളിൽ പോസ്റ്റർ പതിച്ചതുകൊണ്ട് സംഗതി തുറന്ന സംവാദമാവോ? അതുകൊണ്ടാണ് നേരത്തെ മാളിയക്കൽ പറഞ്ഞത്, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ദഅ്വാ സെൽ ചെയർമാൻ ആധികാരികമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? ഇയാളെ പിന്നാലെ ഞങ്ങളും കൂടുന്നുണ്ട്, കൂടും ഞങ്ങൾ, വിടൂലങ്ങളെ ഒരു വഴിക്ക് എത്തിച്ചിട്ടേ ഞങ്ങൾ നിർത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മുജാഹിദുകൾ ഇവരെ ആളില്ലാത്ത പോസ്റ്റിൽ ഞങ്ങൾ ഗോൾ അടിക്കാണെന്ന് വീരവാദം മുഴക്കണ്ട. ഞങ്ങൾ ആളുള്ള പോസ്റ്റിലാണ് അടിക്കുന്നത്. ആർക്കും ഒന്ന് ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വിട്ടുപോയി. വിരിഞ്ഞാന്ന് ഉബൈദുള്ള സഖാഫി ഇർഷാദീനെ മുദരിസിനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്. സുഹൈൽ സുന്നത്തറിന്റെ മൂക്കിന്റെ താഴെ വന്നിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അവിടെ ചോദിച്ചു നോക്ക്, 100-കണക്കിന് ആളുകളുണ്ട്. ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോ ഇന്ന് ഉസ്താദ് മുദരിസ് പറഞ്ഞു, ബന്ധപ്പെട്ട പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ സ്റ്റേജിൽ നിങ്ങൾക്ക് അറിയോ, അവിടെ വലിയ വലിയ മൗലവിമാർ, ആളെ പേര് ഞാൻ പറയുന്നില്ല, മുജാഹിദുകൾ ഞങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പോണ മുജാഹിദ് മൗലവിമാര് സ്റ്റേജിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിക്കല്ലേ. മുന്നിലുള്ളത് ആരാന്ന് എനിക്കറിയില്ല. ഓലൊക്കെ മുന്നിൽ വരുന്നത് കേൾക്കുന്നുണ്ട്. എന്തിന്? ചോദ്യം ചെയ്യാനും സംഗതി ശരിയാക്കാനും. ചുങ്കത്തറ മുജാഹിദിന്റെ ആഫീസ കേന്ദ്ര. ഞങ്ങൾ ആളുള്ള പോസ്റ്റിലാണ് ഓലടിക്കണേ. ഞാൻ 3-3.5 മണിക്കൂർ പ്രസംഗിച്ചു. ഒരൊറ്റ മൗലവി ഇറങ്ങി അവിടുന്ന് ഇന്ത്യ ആളുള്ള പോസ്റ്റൊക്കെ തന്നെ അടിച്ചിരുന്നത്. അപ്പൊ ആ ജാതി വിടുവായിട്ടൊന്നും പറയണ്ട. ഇത് ഞങ്ങളെ വീരവാദമല്ല, ഞങ്ങളെ ആദർശത്തിന്റെ മഹിമയാണ്. ഞങ്ങൾ ആശയത്തിന്റെ ഔന്നിത്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പൂർവീകർ സ്വഹാബികൾ, അള്ളാന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അയിമ്മത്തുകൾ, വലിയ വലിയ പർവ്വത സമാനരായ പണ്ഡിത മഹത്തുക്കൾ, അവർ പഠിപ്പിച്ച ആശയാണ്. അതാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. ലക്ഷക്കണക്കായ വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ആശയങ്ങളാണിത്. അത് അതൊക്കെ വലിച്ചെറിഞ്ഞ് 14 നൂറ്റാണ്ട് കാലത്തെ പൂർവികർ പഠിപ്പിച്ച ആശയങ്ങളൊക്കെ പുറങ്കാല കൊണ്ട് ചവിട്ടി മതിച്ച് ഞങ്ങൾ താടിയുള്ള നീളമുള്ള മൂല്യന്മാർ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇത് പറയും. ഞങ്ങൾ പറഞ്ഞാൽ ദീനി എന്ന് പറഞ്ഞാൽ അത് അവനാന്റെ അടുപ്പിന് കുഴിച്ചിടാന്നല്ലാതെ മുസ്ലിമീങ്ങൾക്ക് നിങ്ങളുടെ ഈ ദുഷിച്ച ആശയം ആവശ്യമില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തി